ഹലോ. ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയാണ്. അപ്പം അതിനോട് മുന്നോടിയായി നമ്മൾ വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണമല്ലോ. അപ്പം ഇവിടെ അമ്മ ഭയങ്കരമായിട്ടുള്ള തറ തുടപ്പിലാണ്. കൂടെ ഞാനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറിയും തിരിഞ്ഞാണെല്ലാം ചെയ്യുന്നത്. അപ്പം അമ്മ രാവിലെ തറയെല്ലാം ഒന്ന് തുടയ്ക്കാൻ ചോദിച്ചു. നേരത്തെ തൂത്തതിന് ശേഷം അമ്മ തറയെല്ലാം തുടയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ അഴുക്കായി കുറേ കർട്ടനുകളെല്ലാം അഴുക്കായി കിടക്കുമായിരുന്നു. ഒത്തിരി നാളായി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട്. അപ്പം ഞാൻ ആ കർട്ടനെല്ലാം എടുക്കുമായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ തുടച്ച് ലാസ്റ്റ് സിറ്റൗട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. അപ്പം സിറ്റൗട്ട് തുടയ്ക്കുകയാണ്. അമ്പലത്തിലാണെങ്കിൽ ഭയങ്കരമായിട്ട് പന്തലിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ കർട്ടനെല്ലാം എടുത്തത് വാഷിംഗ് മെഷീനിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എല്ലാ കർട്ടനും എടുത്തിട്ടുണ്ട് കേട്ടോ. റൂമിലുള്ളതും ഹാളിലുള്ളതും എല്ലാം ഇഷ്ടംപോലും കർട്ടനുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. കഴുകിയിട്ടപ്പോൾ നോക്കിയപ്പോൾ ഒട്ടും വെയിലില്ല, നല്ല മഴക്കോള്. മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടെ. എന്തായാലും ഞാൻ കഴുകിയിട്ടിട്ടുണ്ട്. വെയിലുണ്ടെങ്കിൽ ഉണങ്ങട്ടെ. അതിന് ശേഷം പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ടുള്ള ജോലിയായിരുന്നു. തൂപ്പും തുളപ്പും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തുണി കഴുകലെല്ലാം ആയിട്ട് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം രാത്രി ഞാനൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ തൈരുണ്ടല്ലോ, പുളിപ്പില്ലാത്ത തൈര് വേണം. തൈരെടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജ് വെച്ച് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം തൈരെടുത്ത് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യമുള്ള അത്രയും മഞ്ഞൾപ്പൊടി, പിന്നെ അതിനകത്തോട്ട് നമ്മുടെ കാപ്പിപ്പൊടിയില്ലേ, കുറച്ച് കാപ്പിപ്പൊടിയും കൂടി എടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇടുന്നതിന് മുന്നായിട്ട് ഈ സെൻസിറ്റീവ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം, കയ്യിലെവിടെയെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ പുകച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. അതുപോലെ തന്നെ ചിലർക്ക് അലർജിയും കാര്യങ്ങളും കാണും. ചിലർക്ക് കോഫി പൗഡറിന് അലർജി കാണും, ചിലർക്ക് മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്യുക. ഞാനാണെങ്കിൽ ബാക്കി അധികം വന്നതുകൊണ്ട് കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡ്രൈ ആവണം കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം മാത്രമേ വാഷ് ഔട്ട് ചെയ്ത് കളയാവൂ. ഡ്രൈ ആയതിനു ശേഷം ജസ്റ്റ് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ കഴുകിയിട്ടുണ്ട്. നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ, നല്ല ഒരു ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്യും. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്യുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. സ്കിന്നിലുണ്ടാകുന്ന നല്ല സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാനും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ്. അതിനുശേഷം ഞാൻ പൂപ്പിയും കൊണ്ടുവന്ന് മേളിലോട്ട് കയറി. കാരണം പന്തലിടിയിലും കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പോൾ താഴെ ഇന്ന് കഴിഞ്ഞാൽ മതിലും കാര്യങ്ങളും കാരണം കാണാൻ പറ്റത്തില്ല. അപ്പം മേളിൽ കയറി ഞാൻ എല്ലാം കാണുകയാണ്. അതിനുശേഷം ഇത് പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം രാവിലെ ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരുന്നു. അപ്പം ഇന്നും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജനലിലൊക്കെ ഭയങ്കര അഴുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര പൊടിയും അഴുക്കും. കാരണം അവിടെ വൈറ്റാണ് കേട്ടോ, കമ്പി ഫുള്ള് വൈറ്റ് പെയിൻ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു അഴുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നമ്മുടെ വെള്ളത്തിനകത്തോട്ട് കുറച്ച് നമ്മുടെ അച്ഛൻ തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നല്ല മണമാണത്. അപ്പം ജസ്റ്റ് വീട്ടിലോട്ട് ആരെങ്കിലും കയറുവാണെങ്കിൽ നല്ലൊരു മണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അതും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മൈക്കിൻ്റെ സൗണ്ടും കാര്യം, കാരണം അമ്പലത്തിൽ നാളെ ഉത്സവം തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കാണും, നിങ്ങൾ ക്ഷമിക്കണം. അപ്പം അതിന് ശേഷം ഞാനതെല്ലാം ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ ഇന്നലെ കഴുകിയിട്ടിരുന്ന കർട്ടനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഒട്ടും വെയിലില്ലായിരുന്നു, ജസ്റ്റ് കാറ്റടി കൊണ്ടൊന്ന് ഉണങ്ങിയതുള്ളൂ. അപ്പം വെയിലത്തിട്ട് ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വെയിലത്തിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആ ഒരു കർട്ടനകത്ത് കാണും. അപ്പോൾ ഇന്ന് വെയിലത്തിട്ടതിന് ശേഷം ഞാൻ എടുത്ത് നല്ല ഉണങ്ങിയതിന് ശേഷം ഞാൻ അറേഞ്ച് ചെയ്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറേ നല്ല പണികളുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം കർട്ടനെല്ലാം അറേഞ്ച് ചെയ്ത് ഇടുവാണ്. ഇത് ഹാളിലെ കർട്ടനാണ്. അപ്പം വെയിലത്തിട്ടുകൊണ്ട് വലിയ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നെന്തായാലും നല്ല വെയിലുള്ള അതുകൊണ്ട് കാര്യമായി. അപ്പം അടുത്ത സൈഡിലെ കർട്ടനെല്ലാം ഇടാനായിട്ട് പോവാണ്. അമ്മയാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും, നിങ്ങൾ ക്ഷമിക്കണം. അപ്പം കർട്ടനെല്ലാം അറേഞ്ച് ചെയ്ത് ഇടുവാണ്.
ഇന്നുകൊണ്ട് എന്തായാലും എല്ലാ ജോലികളും കാര്യങ്ങളും എല്ലാം തീർക്കണം. കാരണം നാളെ തൊട്ട് ഉത്സവം തുടങ്ങുകയാണ്. പിന്നെ നമുക്ക് തിരക്കും കാര്യങ്ങളും ആയിരിക്കും. പിന്നെ ഇതുപോലെയൊന്നും ജോലി ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. അപ്പോൾ സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതുമല്ല, നാളെ അമ്പലത്തിലും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാം ശുദ്ധി വരുത്തിയിട്ട് വേണമല്ലോ നമ്മൾ അമ്പലത്തിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നേ ജോലികളെല്ലാം ഇന്ന് ഒതുക്കുകയാണ്. അപ്പം നല്ല ജോലി ഉണ്ടായിരുന്നു 2 ദിവസമായിട്ട്. കാരണം ഇതെല്ലാം ക്ലീൻ ചെയ്തെന്ന് വെച്ചാൽ ലാസ്റ്റ് ക്ലീൻ ചെയ്തത് ഓണത്തിനെന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അന്ന് തൊട്ടുള്ള അഴുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ബാക്കി നമ്മൾ എന്നും ഡെയിലി നമ്മൾ തൂക്കാറുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ തുടയ്ക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ കർട്ടനും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടൊക്കെ ഒത്തിരി നാളായി. നമ്മൾ കഴിഞ്ഞ ഓണത്തിനും എന്തോ ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് വൃത്തിയാക്കിയത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി അതിന് ശേഷം കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നല്ല അഴുക്കുണ്ടായിരുന്നു അവിടെയൊക്കെ തുടച്ചപ്പോഴും. ആ ജനലിൻ്റെ അവിടെയൊക്കെ നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം എന്തേ ലാസ്റ്റ് ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. എത്ര ദിവസം ഇങ്ങനെ കിടക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഉത്സവം കഴിയുന്നവരെ ഇങ്ങനെ കിടക്കട്ടെ. അപ്പം എന്തെല്ലാം വൃത്തിയാക്കി എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഫ്രണ്ടിൽ നിന്നുള്ളൊരു വീഡിയോ എടുക്കുക കേട്ടോ. ഫ്രണ്ടിൽ ഈ തേങ്ങയൊക്കെ വരുത്തിയിട്ടേക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഭയങ്കര റിച്ച് ആയിരിക്കും. ഇത് നമ്മുടെ അല്ല, അമ്പലത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് അമ്പലത്തിൽ പന്തലും കാര്യങ്ങളൊക്കെ റെഡിയായി. എല്ലാം അവർ പൂർത്തിയാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ. ലൈറ്റൊക്കെ ഇടുമ്പോൾ ഞാനത് വീഡിയോ എടുക്കാം. അപ്പം ഇവിടെ എല്ലാം തൂത്തും വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്, വീടും പരിസരവും കാര്യങ്ങളും എല്ലാം. അപ്പം അമ്പലത്തിലെ പന്തൽ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നാളെ തൊട്ട് ഉത്സവം തുടങ്ങുവാണ്. പിന്നെ വൈകിട്ട് ചായ കുടിച്ച് ചായയും അതിൻ്റെ കൂടെ പൊട്ടറ്റോ ചിപ്സും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അമ്പലത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് ഞങ്ങളത് കഴിച്ചു. അതിന് ശേഷം ഞാനും പോപ്പിയും കൂടെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി അമ്പലത്തിൻ്റെ അവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ചപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അമ്പലം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനിയും കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരതവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ലൈറ്റ് വർക്കും കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ഇടുമ്പോഴത്തേനും കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും കാണാൻ. അപ്പം ഇതാണ് അമ്പലം.